ഹലോ, ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. എന്ത് പ്രതീക്ഷിച്ചോ അതിന് മുകളിൽ തന്നിരിക്കുന്നു DQ എന്ന് തന്നെ പറയാം. സാധാരണ മമ്മൂട്ടി സിനിമകൾ 250 280 ഒക്കെ സ്ക്രീനുകളിൽ വരുമ്പോൾ ഇപ്പോൾ 400 മുകളിലുള്ള സ്ക്രീനുകളിലാണ് ടർബോ എത്തുന്നത്. 434 സ്ക്രീനുകളാണ്. ഒരുപക്ഷെ അതിൻ്റെ എണ്ണം ഇനിയും കൂടും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഗംഭീരമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയും ഇതിൻ്റെ പല അപ്ഡേറ്റുകൾ ഇതിനകത്ത് നമുക്ക് പറയാനുണ്ട്. ഒന്ന്, സിനിമയ്ക്ക് നാളെ 1800 മുകളിലുള്ള ഷോ കൗണ്ടുകൾ ഉണ്ടാകുമെന്നാണ്. ഒരുപക്ഷെ 2000 വരെ എത്തിയേക്കാം. ഇതുവരെ നമ്മൾ ട്രാക്കിങ്ങിലൂടെ 1400 മുകളിലുള്ള ഷോകൾ വരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരുന്നു. 1554ഓളം ഷോകൾ വരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതേപോലെ തന്നെ പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിൽക്കുന്ന വൈശാഖ്, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ അവസാന സിനിമ എങ്ങനെയായിരുന്നു എന്നുള്ള, അവിടെ നിന്ന് ആ ഒരു പരാജയപ്പെട്ട് നിൽക്കുന്ന സംവിധായകനെ ഈ റേഞ്ചിലേക്ക് എത്തിക്കണമെങ്കിൽ ഒറ്റ പേരേ ഉള്ളൂ, മമ്മൂട്ടി എന്നുള്ളത്. പ്രീ സെയിൽ ഇന്നത്തോടെ കൂടി 5 കോടിക്ക് മുകളിലെത്തിയിരിക്കുകയാണ് വേൾഡ് വൈഡായിട്ട്. കേരളത്തിൽ 3.5 കോടിക്ക് മുകളിലേക്ക് എത്തി എന്നുള്ള എക്സാക്ട് ഫിഗർ നാളെ രാവിലത്തേക്ക് നമുക്കറിയാൻ കഴിയുള്ളൂ. എന്താണേലും ഗംഭീരമാണ്. അവസാന മണിക്കൂറുകളിൽ 4000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റ് പോകുന്നു. ഇപ്പോഴും ടിക്കറ്റ് വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക്, അല്ലെങ്കിൽ ബുക്ക് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മികച്ച രീതിയിൽ തന്നെയാണ് ബുക്കിംഗ് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മമ്മൂട്ടി ആരാധകർ ഭയങ്കര ആവേശത്തിലാണ്. സിനിമ ആ റേഞ്ചിലെത്തും എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. അതുപോലെ തന്നെ മമ്മൂട്ടി കമ്പനി ഈ സിനിമ നിർമ്മിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, അതിനതിൽ കുറച്ച് ഗ്യാരണ്ടി ഒക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്താണേലും നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു സിനിമ ഏത് റേഞ്ചിലേക്ക് കയറും എന്നുള്ളത് ഒരു സംശയവും വേണ്ട. 100 കോടി സിമ്പിളായിട്ട് തൂക്കിയിരിക്കും. അത് ഞാൻ ഉറപ്പിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നുള്ള നിങ്ങളുടെ മനസ്സിലുള്ളത് ഒക്കെ നിങ്ങൾക്ക് കമൻസിലൂടെ എന്ന് പറയാം. അതായത് ഓരോ മണിക്കൂറും അമ്മാതിരി പോവുകയാണ്. ഈ ഒരു സിനിമയെക്കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളുമൊക്കെ ചെറുതായിട്ട് ഏറെക്കുറെ നമുക്ക് പുറത്ത് വരുമ്പോൾ നമ്മൾ ഒരു ഭയങ്കര തട്ടുപൊളിപ്പൻ സിനിമ പ്രതീക്ഷിച്ചൊന്നും പോകണ്ട എന്നുള്ളത് തന്നെയാണ്. ഒരു ഫാമിലി ഡ്രാമ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്നാൽ കൂടുതലും അടിയിടി പടം തന്നെയാണ് എന്നുള്ളതാണ്. എന്തായാലും എല്ലാത്തരം പ്രേക്ഷകർക്കും വേണ്ടിയിട്ടുള്ള സിനിമയായിട്ട് തന്നെയാണ് ടർബോ ഇവിടെ എത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ സിനിമ എല്ലാവരും ഏറ്റെടുക്കും എന്നുള്ളതാണ്. സമീപകാലത്ത് മലയാള സിനിമയ്ക്ക്, അല്ലെങ്കിൽ മലയാള സിനിമയിൽ അന്യം നിന്ന് പോയിരിക്കുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണ്. നമുക്ക് നേരത്തെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ട് അല്ലെങ്കിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന സിനിമ എന്ന് പറയാം. ആ രീതിയിലുള്ള സിനിമയാണ് ടർബോ എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും പോസിറ്റീവ് തന്നെയാണ് സിനിമയുടെ റിപ്പോർട്ടുകൾ ഇതുവരെ സൂചിപ്പിക്കുന്നതും. അതുപോലെ തന്നെ വലിയ പ്രതീക്ഷകളോ കാര്യങ്ങളോ വെച്ച് ആരും ചെല്ലണ്ട എന്നുള്ളത് തന്നെയാണ്. കാരണം അങ്ങനെ തന്നെയാണ്. ഇനി ആലപ്പുഴ സർക്കിളിൽ നിന്ന് ഏകദേശം 10 ലക്ഷത്തിന് മുകളിൽ കളക്ഷൻ വന്നിരിക്കുന്നു. 7000-ന് മുകളിലുള്ള അഡ്മിറ്റ്സാണ് 47 ഷോകളിൽ നിന്നായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ കേരളത്തിൽ അതിഗംഭീരമായിട്ട് തന്നെ സിനിമ പോകുന്നു. ഒരു പക്ഷേ 6 കോടിക്ക് മുകളിൽ പ്രീസെയിൽ എത്തും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഡൊമസ്റ്റിക്കിൽ 4 കോടി അടിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഒരുപക്ഷെ രാവിലെ ആകുമ്പോഴത്തേക്ക് എത്താം എന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെ 2 കോടി 20 അല്ലെങ്കിൽ 2.5 കോടിക്ക് താഴെ നിന്നിരുന്നിടത്തുനിന്ന് ഒറ്റടിക്ക് 3.5 കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. അത് 4 കോടിയിലേക്ക് എത്താൻ കൂടി വന്നു കഴിഞ്ഞാൽ രാവിലെ വരെ പോകേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും റെക്കോർഡുകൾ തീർക്കട്ടെ. റെക്കോർഡുകളല്ല നമ്മളിവിടെ പ്രതീക്ഷിക്കുന്നത്. മികച്ച ഒരു സിനിമ തന്നെയാണ്. അത് മമ്മൂട്ടി കമ്പനി തരും എന്നുള്ളതാണ് ഇതുവരെ കിട്ടിയ ഇൻസൈഡ് റിപ്പോർട്ടുകളിൽ. അങ്ങനെ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. എന്താണേലും ഫാമിലിക്കും അതേപോലെ തന്നെ ഇമോഷൻസിനും ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരു സിനിമ തന്നെയാണ്. തീർച്ചയായും ആളുകളെ പിടിച്ചിരുത്തുന്ന സിനിമ തന്നെയായിരിക്കും എന്നുള്ളതാണ്. കാത്തിരിക്കാം. താങ്ക് യു, ഗ്രേറ്റ് മീഡിയാസ്.